ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വിശേഷം എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു ഹെയർ പാക്കാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ല വളർച്ചയും കാര്യങ്ങളും എല്ലാം കിട്ടും. അതുപോലെ തന്നെ നല്ല സിൽക്കി ആയിട്ട് മുടി കിടക്കും. അപ്പോൾ ഇത് എൻ്റെ തല തേക്കാൻ തരുന്ന ആദ്യം ഞാൻ വിചാരിച്ചതേ. പക്ഷേ ഉണ്ടല്ലോ, ഇത് തല തേക്കണമെങ്കിൽ ദീപാച്ചി വേണം. ദീപാച്ചിയൊക്കെ ഇപ്പോൾ ഷോപ്പ് തുടങ്ങിയിരിക്കുന്നുണ്ട്. അവർക്ക് അവിടെ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഞായറാഴ്ച ഒരു ദിവസമേ അവധി കിട്ടത്തുള്ളൂ. ആ ഒരു ദിവസം വീട്ടിലെ കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും എല്ലാം കൂടെ ആയിക്കൊണ്ട് അവൾ ഭയങ്കര പാപ്പാടെ തിരക്കായിരിക്കും. അപ്പോൾ അവൾ എങ്ങനെയാണ് ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാനിത് അച്ഛൻ്റെ മുടി ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇത് എൻ്റെ സ്വന്തം കണ്ടുപിടുത്തമല്ല. ഞാൻ ഫേസ്ബുക്കിൽ നിന്നൊക്കെ ആ സമയത്തൊക്കെ കണ്ടെടുത്ത കാര്യങ്ങളൊക്കെയാണ്. അപ്പം നിങ്ങൾ കഴിഞ്ഞ ദിവസം ആരാണ്ട് ഞാൻ ഏത് വീഡിയോ ആയിരുന്നു, കടുകിൻ്റെ എന്തോന്നും മുടി നരയ്ക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു ഇത് ഇന്നടുത്തു നിന്ന് എടുത്തതല്ലേ എന്നൊക്കെ ചോദിച്ചു. നമ്മൾ ഒരാൾ ചെയ്യുന്നുണ്ടാണ് നമ്മളും ചെയ്യുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുമ്പോൾ നമ്മളും അത് വീഡിയോയിലൂടെ കാണിക്കും. നമുക്ക് ചാനലുള്ളതുകൊണ്ട് ഇതിനകത്തൂടെ കാണിക്കുന്നു. ഇല്ലെങ്കിൽ ആരും അറിയാൻ പോകുന്നില്ല, നമ്മൾ മാത്രമേ അറിയുള്ളൂ. അങ്ങനെയാണ്. പിന്നെ ഓരോന്നും ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മുടി കറക്കാനുള്ള ചെയ്യുമ്പോഴത്തേക്ക് നരച്ച മുടിയിൽ നമ്മൾ ചിലപ്പോൾ 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ കറുപ്പ് കളർ കിട്ടുന്നത്. അല്ലാതെ ഒറ്റ പ്രാവശ്യം ചെയ്ത് എനിക്കിത് ശരിയായില്ല എന്ന് വല്ല കടുകിൻ്റെ തന്നെ ശരിയാണ്. അത് കയ്യെ ശകലം പറ്റും, പക്ഷെങ്കിൽ ഉണ്ടല്ലോ ഒരിച്ചിരി താളിയിട്ട് കഴുകിയാൽ പറ്റത്തില്ല. അതുപോലെ തന്നെ അത് 2 ദിവസം ആകുമ്പോഴത്തേക്ക് മുടിക്ക് നല്ല കറുപ്പും കിട്ടുന്നുണ്ട്. അത് ആരും പറയുന്നില്ല, എല്ലാവരും കുറ്റങ്ങൾ മാത്രം പറയാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. പിന്നെ പറയാൻ വന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഡൈ ഒക്കെ ചെയ്യുന്നവരുടെ മുടിയിൽ, കണ്ടിന്യൂ ആയിട്ട് ഡൈ ചെയ്തിട്ടുള്ളവരുടെ മുടിയിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ആ മുടിയെ പിടിക്കാൻ ഇച്ചിരി പാടാണ്. പിന്നെ നമ്മൾ ആ തുടക്കക്കാർക്കൊക്കെ പ്രയോജനപ്പെടും ഇങ്ങനെയുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ, എണ്ണയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ അച്ഛൻ്റെ മുടിയെ ചെയ്യാൻ പോകുന്നത് എന്നാന്നുള്ളത് ഞാനിപ്പം ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചു തരാം. അപ്പം അത് ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കും, അയ്യോ മുടി ചുമക്കത്തില്ലേ എന്നൊക്കെ ചോദിക്കും. ചുമക്കത്തില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ നരച്ച മുടിയാണ് ചുമപ്പ് കളർ വരുന്നത്. കറുത്ത മുടിയിൽ ചുമപ്പ് കളർ വരത്തില്ല. അപ്പം അതെന്നാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ ഇന്ന് അച്ഛൻ്റെ മുടിയാണ്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുന്നേ മുടി നല്ലപോലെ വാഷ് ചെയ്തിരിക്കണം. മുടിയിൽ അഴുക്കോ കാര്യങ്ങളോ ഒന്നും പാടില്ല. എന്നാലേ നമുക്ക് ആ സിൽക്കി ആയിട്ടുള്ള മുടി കിട്ടത്തുള്ളൂ. അപ്പം അച്ഛൻ്റെ മുടി ഇപ്പോൾ കുറേ നാളായി ഞാൻ ഇതൊക്കെ ചെയ്തിട്ട്, അതുകൊണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ മുടി നല്ല സ്ട്രെയിറ്റ് ആയതുപോലെ തോന്നും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അച്ഛൻ്റെ മുടിയെ ചെയ്യുമ്പോഴത്തേക്ക്, അപ്പോൾ ഒരാൾ നമ്മുടെ മുടിയെ ചെയ്താലേ ശരിയാവുള്ളൂ, നമ്മൾ തന്നെ ചെയ്താൽ ശരിയാകുകയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അച്ഛൻ്റെ മുടിയെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ, ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാവേ. അപ്പോൾ ഇതിന് എന്നൊക്കെയാണ് ചേർക്കുന്നതെന്ന് ചോദിച്ചാൽ, പച്ചരി, പിന്നെ ഉലുവയും കരിഞ്ചീരകവും കൂടാണ്, പിന്നെ തേയിലപ്പൊടി. ഇതെല്ലാം നമ്മുടെ മുടിയുടെ അനുസരിച്ചാണ് നമ്മൾ എടുക്കേണ്ടത്, മുടിയുടെ ലെങ്ത് അനുസരിച്ച്. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് ഒരിച്ചിരി കുറുക്കിയെടുക്കണേ. തീരെ അങ്ങ് പറ്റിപ്പോകരുത്, കുറച്ച്. ഇടയ്ക്ക് ശ്രദ്ധിച്ചു വേണം. അരിയൊക്കെയാണ് നമ്മൾ ചേർത്തേക്കുന്നത്. ചിലപ്പോൾ ഇതങ്ങ് കുറുകിപ്പോവും. അപ്പോൾ വെള്ളം പറ്റിപ്പോകാതെ നോക്കിക്കാണും. തിളക്കട്ടെ. ഇതിപ്പം നല്ലപോലെ തിളച്ച് കേട്ടോ. ഒരിച്ചിരി ഒന്ന് കുറുകിയാൽ മതി. 1 ഗ്ലാസ് വെള്ളം നമ്മളിപ്പോൾ വെക്കുന്നെങ്കിൽ ഒരു 3/4 ഗ്ലാസ് വെള്ളം ആക്കിയെടുക്കണം. ഇപ്പോൾ അരിയൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് നമ്മൾ നോക്കി നിൽക്കണം, വെച്ച് പോകരുത്. ചിലപ്പം അതങ്ങ് വെന്ത് കഴിയും, ചിലപ്പോഴൊന്നല്ല, അത് വേഗം വെന്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ പെട്ടെന്ന് വെള്ളം അങ്ങ് പറ്റി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടില്ലേ മൊത്തം കരിഞ്ഞു പിടിക്കും. ഉലുവയാണേലും മുടിക്ക് നല്ല തണുപ്പും തലയിൽ താരം പോകാനും ഒക്കെ നല്ലതാണ് കേട്ടോ. കരിഞ്ചീരകം ആണേലും മുടി വളരാനും മുടി കറക്കാനും ഒക്കെ നല്ലതാണ്. തേയിലപ്പൊടി ആണേലും മുടി വളരാനും ഒക്കെ നല്ലതാണ്. ഇത് ചേർത്തേക്കുന്ന എല്ലാം തലയ്ക്ക് ഗുണമുള്ള സാധനങ്ങളാണ്, അല്ലാതെ ഒന്നും കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഇച്ചിരി കൂടെ ഒന്ന് പറ്റിയാൽ മതി. എന്നിട്ട് നമുക്കത് ഓഫ് ചെയ്ത് വെച്ച് നല്ലപോലെ തണുക്കണം. തണുത്തിട്ട് വേണം ബാക്കി എന്നതാണ് ചെയ്യേണ്ടതെന്ന് പറയാമേ. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് തിളപ്പിച്ചാൽ മതി കേട്ടോ.
നേരത്തേക്ക് ഇതൊക്കെ വെന്ത് തുടങ്ങും. ഇനി ഇടുന്നത് ആറട്ടെ. വെള്ളമെല്ലാം നല്ലപോലെ തണുത്തു. ഇനി ഇത് എണ്ണയാണ്. മൈലാഞ്ചിപ്പൊടിയിലോട്ട് ഇനി കുറേശ്ശെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് കലക്കിയെടുക്കാം. കലക്കിയെടുത്തിട്ട് ഇനി കാണാവേ. നല്ലപോലെ കുഴച്ചെടുത്ത് കേട്ടോ. ചെറിയ ചെറിയ കട്ട പോലുള്ളതെല്ലാം നല്ലപോലെ നമ്മളൊന്ന് പൊടിയെല്ലാം നല്ലപോലെ നുടച്ചെടുക്കണം. എന്നിട്ടിത് ഒരു നൈറ്റ് ഫുള്ള് വെക്കണം കേട്ടോ. എന്നിട്ട് ഇനി രാവിലെയാണ് നമ്മളിത് എടുക്കുന്നത്. ഇനി ഇത് നൈറ്റ് ഫുള്ള് വെച്ച് നമുക്ക് രാവിലെ എടുക്കാവേ. ഇപ്പം നമ്മുടെ എണ്ണയൊക്കെ നമ്മൾ കലക്കി വെച്ച് ഒരു ദിവസം കഴിഞ്ഞ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെയാണ്. ഇതോടെ ഇച്ചിരിയുടെ തിക്കായിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഇനി ചേർക്കാനുള്ളത് നമുക്ക് നെല്ലിക്കാപ്പൊടിയാണേ. നെല്ലിക്കാപ്പൊടിയും തൈരുമാണ്. അപ്പോൾ ഇത് ഇച്ചിരി തിക്കായിട്ടിരുന്നാലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ. നമ്മൾ തൈര് ഒഴിക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ലൂസായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഒരുപാട് ലൂസാകാതിരിക്കുന്നതാണ് നല്ലത്. ശകലവും കൂടെ തൈരൊഴിക്കും. ഈ ഒരു ലൂസ് മതി കേട്ടോ. ഇനി ഇതൊരു 5 മിനിറ്റ് നേരം ഇങ്ങനെ അങ്ങ് വെക്കാം. വെച്ചേച്ച് നമുക്ക് തലയിൽ പരട്ടാമേ. അച്ചു മുടിയൊക്കെ നല്ലപോലെ കഴുകി കേട്ടോ. നല്ലപോലെ കഴുകി ചീകി ചെടയൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് തലയിലോട്ട് പരട്ടാമേ. ഇപ്പം മുടിയെല്ലാം നല്ലപോലെ ചീകി. ഈ ചീപ്പ് കാണുമ്പോൾ ആരും പറയില്ല കേട്ടോ ഇത് കറുത്തിരിക്കുന്നു. ഇത് എന്നാന്ന് പറയുക, ഇങ്ങനെ ഹെന്ന ചെയ്യുമ്പോൾ പിന്നെ മറ്റേ നമ്മൾ ഡൈ ഒക്കെ ചെയ്യത്തില്ലേ, ആ സമയങ്ങളിൽ മാത്രം തലമുടി ചീകാനും മറ്റുമായിട്ട് എടുക്കുന്നതാണേ. ഇപ്പോൾ നല്ലപോലെ ചെടയെല്ലാം കളഞ്ഞ് മുടി സെറ്റാക്കിയേക്കുവാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലൊരു ബ്രഷാണ്. ഇതുപോലൊരു ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്കത് തേക്കാനായിട്ട് എളുപ്പമാണേ. അപ്പോൾ ഇതെപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ നേരെ ഇരുന്ന് വെച്ച് ഇത്രയും നേരം വേണ്ട, ഇത്രയും നേരം മതി. അപ്പോൾ എപ്പോഴും എണ്ണ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ മുടിയെടുത്ത് വേണം ചെയ്യാനായിട്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ മുടിയെടുത്ത് ഇങ്ങനെ വേണം മുടിയെ തേക്കാൻ. ചിലർ മുടിയിലോട്ട് അങ്ങ് അളിച്ച് വാരി അങ്ങ് തേച്ച് വെക്കും. അങ്ങനെ ചെയ്യരുത്. എന്നാലേ മുടിക്ക് കറക്റ്റ് ആ മുടിയിലെല്ലാം നല്ല ഇതായിട്ട് നല്ല ഭംഗിയായിട്ട് കിട്ടുകയുള്ളൂ. വലിച്ച് വാരി വെച്ചാൽ ഒരു ഭംഗി ഉണ്ടാകത്തില്ല. ഇതെനിക്ക് പറഞ്ഞത് ദീപാച്ചി കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് മുടി ഇങ്ങനെ റൗണ്ട് ചുറ്റിയെടുക്കണം. ആദ്യത്തെ ഒരു ചുറ്റ് മാത്രമേ ഉള്ളൂ നമുക്കൊരു ഇച്ചിരി ഇതായിട്ട് തോന്നത്തുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് മുടി നല്ല ഇതായിട്ട് ചുറ്റിയെടുക്കാനായിട്ട് പറ്റും. കയ്യെ ഗ്ലൗസ് ഇട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനൊന്നും ചെയ്ത് ഇന്ന് സത്യം പറഞ്ഞാൽ അച്ഛൻ്റെ മുടിയിൽ ഇത് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് ഒന്നും മേടിച്ച് വെക്കാമായിരുന്നു. എൻ്റെ കയ്യിൽ ഇരിപ്പില്ല. കയ്യെ കളറൊക്കെ പറ്റുന്നൊരു എനിക്ക് ചെയ്യണതുണ്ട്. ഇപ്പോൾ എൻ്റെ കൈ മൊത്തം കളറാകും.
വീണ്ടും നമ്മൾ ഇവിടുന്ന് തന്നെ മുടിയെടുക്കുക. ചെടയോടുകൂടി എടുക്കരുത് കേട്ടോ, ചെട കളഞ്ഞ് വേണം എടുക്കാനായിട്ട്. നമ്മളിങ്ങനെ ഇതുപോലൊക്കെ മുടിയൊക്കെ ചെയ്ത് കഴിഞ്ഞുള്ള ഗുണം എന്നാന്ന് വെച്ചാൽ മുടിയെ പെട്ടെന്ന് ചെട പിടിക്കുകയില്ല. ഈ ലോങ് ഹെയർ ഒക്കെ ആകുമ്പോഴത്തേക്കുണ്ടല്ലോ ഇച്ചിരി ഒന്ന് ചീകാതെ ഒരു നേരമൊക്കെ കിടക്കുമ്പോഴത്തേക്ക് ചെട പെട്ടെന്ന് പിടിക്കും. ലോങ് ഹെയർ തന്നെയല്ല, അല്ലാത്തവരെ അങ്ങനെ തന്നെയാണ്. പക്ഷെ ലോങ് ഹെയർ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ചീകാനായിട്ട് ഇതല്ലേ, അതുകൊണ്ട് ഇങ്ങനെ ഹെന്നയൊക്കെ ചെയ്തിടാങ്ങുണ്ടല്ലോ മുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കും. ഇപ്പം നമ്മൾ ഇത് മുഴുവനും ചുറ്റുന്ന വരെ നോക്കിയിരുന്ന നിങ്ങൾ എന്നോട് പറയും ഇവരെന്നതായി കാണിക്കുന്നത്, ഇവർക്ക് വട്ടാണോ എന്ന് ചോദിക്കും. നമുക്ക് കുറച്ചൊന്ന് മുടിയിലോട്ടൊന്ന് ചുറ്റിയെടുത്തേച്ച് കാണിക്കാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ ഇത് തുടക്കം എങ്ങനെയാണ് ചുറ്റേണ്ടതെന്ന്. ഇങ്ങനെ ചുറ്റി വെച്ചത് അഴിഞ്ഞു പോവുകയല്ല കേട്ടോ. അപ്പോൾ കുറച്ച് നമുക്കൊന്ന് മുടി ചുറ്റി വെച്ച് കാണാം. അപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ എടുത്തു. ഇനിയിപ്പം ഞാൻ എടുക്കുന്നത് വേണ്ട ഇവിടെ നിന്നാണ് മുടി എടുക്കുന്നത്, ഫ്രണ്ടിൽ നിന്ന് എടുക്കുന്നത്. ഈ സൈഡിൽ നിന്നോ ആ സൈഡിൽ നിന്നോ എടുത്താൽ മതി. ബാക്കിയും തന്നെ ഒരു സൈഡിൽ നിന്ന് തന്നെ ആദ്യമേ എടുക്കരുത്. ഇപ്പം നമ്മുടെ അച്ചുവിൻ്റെ തലമുടി മുഴുവനും ഹെന്ന ചെയ്ത് കഴിഞ്ഞ് ഇനി അതിൻ്റെ ലാസ്റ്റ് മിനുക്ക് പണിയും കൂടെ ഉള്ളൂ. മുടി മുഴുവനും ചുരുട്ടി ഒരു ബോളാക്കി ഞാൻ ആദ്യം കാണിച്ചാൽ കുറേശ്ശെ മുടിയെടുത്ത് ഇങ്ങനെ ചുറ്റിയാണ് എടുക്കേണ്ടത്. ഇങ്ങനെയാണ് ഹെന്ന ചെയ്ത് മുടി ഇരിക്കേണ്ടത്, അല്ലാതെ ഒരുമാതിരി വലിച്ചു വാരി കെട്ടി വെച്ചല്ല മുടി ഇരിക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ആ കറക്റ്റായിട്ട് ആ മുടിയിലോട്ട് ഉള്ളിലോട്ടും എല്ലാം പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു സൈഡിൽ പറ്റും, ഒരു സൈഡിൽ പറ്റത്തില്ല, അങ്ങനെയൊക്കെ ഇരിക്കും. ഇനി ഒരു 40 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് തലമുടി കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതിൽ നല്ലപോലെ കളർ പിടിച്ചിട്ടുണ്ട്, നല്ല കളറുള്ള ഹെന്നയാണ്. പിന്നെ കുറച്ചേ ഉള്ളൂ, ഞാൻ ചീപ്പ് ഇതുകൊണ്ട് ചെയ്തിട്ട് ഇത്രയും ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കൊരു 40 മിനിറ്റ് കഴിഞ്ഞ് തല വാഷ് ചെയ്യുമ്പം കാണാവേ. ചിൻ്റെ തല ഇനി പതിയെ കഴുകാൻ തുടങ്ങുവാണേ. നല്ല വെയിലല്ലേ, വെയിൽ കൊള്ളുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? കുറേശ്ശെ വെച്ച് കൊടുക്കണം. ഇല്ലടി, മുഖത്തോട്ട് വെള്ളം വരത്തില്ല. ഞാൻ ഓസ് മടക്കി പിടിച്ചേക്കുവാന്ന് ഓസ്. പിന്നെ തല നേരെ വെക്ക്. ഇങ്ങനെ നമ്മൾ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അഴിച്ചെടുക്കാം മുടി. അയ്യോ, എൻ്റെ തുണി മൊത്തം തെറിച്ച്. അയ്യോ, ശരിക്കും തെറിച്ചോ? ആ, കുഴപ്പമില്ല. വീഡിയോയിലൂടെ കാണാൻ പറ്റില്ല, ഭയങ്കര വെയിലാണ് ഇവിടെ. ഇതുകൊണ്ട് ക്യാമറ എങ്ങനെ ഇരിക്കുന്നതെന്ന് പോലും അറിയാൻ പറ്റുന്നത്. ഇത് നമ്മൾ ആദ്യം ചുറ്റി വെച്ച മുടിയാണ് കണ്ടോ. ഇത് വെളിയിരുന്ന് കഴുകുന്നതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ബാത്റൂം മുഴുവനും അങ്ങ് ചുമപ്പ് കളറാകും. ഇങ്ങനെ നമ്മൾ കഴുകുമ്പോണ്ടല്ലോ നമുക്ക് നല്ല വൃത്തിക്ക് കഴുകാൻ പറ്റും. തലയിൽ നല്ല ഉലപ്പുണ്ട്, തലയിൽ മുഴുവൻ പോയി. ഇനി ഒന്ന് ഷവറിൻ്റെ കീഴിൽ നിന്നൊന്ന് കഴുകിയാൽ മതി. നീ കയറി കുളിച്ചിറങ്ങി കേട്ടോ. മുടി നല്ലപോലെ വാഷ് ചെയ്ത് കേട്ടോ. വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മുടി കിടക്കുന്നുണ്ടോ, നല്ല സിൽക്കി ആയിട്ട് കിടക്കുന്നുണ്ടോ. കണ്ടോ, മുടി നല്ല ഇതായിട്ട് കിടക്കുന്നുണ്ടോ. നല്ല ഭംഗിയിലാണ് കിടക്കുന്നത്. നല്ല കാറ്റൊക്കെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ മുടി ഇങ്ങനെ പറന്ന് കിടക്കില്ല, അങ്ങനെ കിടക്കുന്നത് കേട്ടോ. മുടിക്ക് ഒന്നും കൂടെ ഉള്ളു തോന്നും, നല്ല തിക്കായിട്ട്
തിക്കായിട്ട് മുടി കിടക്കുന്നതും ഒന്നും കൂടെ തോന്നും. മുടിക്ക് വലിയ ഉള്ളില്ലാത്തവരൊക്കെ ഇങ്ങനെ ചെയ്യാമെങ്കിലുണ്ടല്ലോ നല്ല ഭംഗിയിലായിരിക്കും കിടക്കുന്നത്. ഇത് കണ്ട, നല്ല ഇച്ചിരി കൂടെ ഉണങ്ങാനുണ്ട് മുടി, പക്ഷെങ്കിൽ നല്ല ഇതായിട്ടാണ് കിടക്കുന്നത്. കണ്ടോ? ചുവപ്പ് കളറൊന്നും അങ്ങനെ മുടിക്ക് വന്നിട്ടില്ല, നല്ല ഭംഗിയിലാണ് കിടക്കുന്നത്. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്നൊക്കെ പറയുന്നത്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.